അത് പറയാം. സമസ്തയും ലീഗും തമ്മിലൊരു ഇഷ്യൂ ഇല്ല. ഉദ്ഘാടനത്തിന് അയാൾ ക്ഷണിക്കപ്പെട്ടതായിരുന്നു. ആരെ? ഖാദിർ മൊയ്തീൻ സാഹിബിനെ. പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഇരുന്ന് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഉദ്ഘാടനത്തിന് എത്തിപ്പെടാൻ ചില പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ അനുജൻ അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിച്ചിരുന്നു. ഞാൻ നേരിട്ടാണ് ക്ഷണിച്ചത്. അങ്ങനെ ക്ഷണിച്ച ആൾ പങ്കെടുക്കാമെന്ന് എന്നോട് സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്ക് ഇങ്ങോട്ടും അങ്ങോട്ടുള്ള ടിക്കറ്റുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മൂപ്പർക്കും എന്തോ സാങ്കേതിക പ്രശ്നം ഉണ്ടായി. ഖാദിർ മൊയ്തീൻ സാഹിബ് ആയതിന് അയാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. എന്നാലും പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അയാൾക്ക് നമ്മൾ ടിക്കറ്റ്, ഇങ്ങോട്ടുള്ള ടിക്കറ്റും അങ്ങോട്ടുള്ള ടിക്കറ്റും താമസിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തതിന് പിന്നെ മൂപ്പര് വിളിച്ചു പറഞ്ഞ് വരാൻ കുറച്ച് പ്രയാസമുണ്ടെന്ന്. അതങ്ങനെ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവാമല്ലോ. അത് ലീഗും സമസ്തയും തമ്മിലുള്ളതായ എന്തെങ്കിലും പിന്നെ പണക്കത്തിൻ്റെ ഒരു ഭാഗമല്ലത്. അങ്ങനത്തെ ഒരു പണക്കോട്ടില്ലാണ്. ഏതൊന്ന മൂപ്പരാളതിൻ്റെ ചെയർമാന്, ഏതിൻ്റെ മുഖ്യ രക്ഷാധികാരി. അല്ല, അതിനൊന്നും പ്രശ്നം ചെയ്യാന്നല്ലേ അവരും പറഞ്ഞത്. അവർക്ക് ഈ കൊള്ളൊന്നും അവർക്കും ആഗ്രഹമില്ലല്ലോ. ആ ഞങ്ങൾക്കറിയില്ല അങ്ങനെ ഉണ്ടോയെന്നുള്ളത്. പല ലീഗുകാരും നമ്മളെ സഹായിച്ചിട്ടുണ്ടല്ലോ. അതിന് യാത്രയുടെ ഭാഗമായിട്ട് അവർ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ പാണക്കാട് കുടുംബം തന്നെ മൂപ്പര് പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ആളാണ്. പിന്നെ ഹൈദരലി തങ്ങളെ കണ്ട് മൊയ്നലി ശിഹാബ് തങ്ങൾ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും സഹകരിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും എല്ലാവർക്കും സഹകരിക്കാൻ പറ്റൂലല്ലോ. ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. മുമ്പ് ഏറ്റ ചില പരിപാടികളുണ്ടാവും. എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെന്നുള്ളത്. എൻ്റെ പ്രസ്താവന അപ്പുറത്തുള്ള പ്രസ്താവന അത് ഞാൻ പ്രതികരിച്ചിട്ടില്ലല്ലോ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അകൽച്ചില്ലല്ലോ. നമ്മളോട് ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അവർ വന്നിട്ടില്ലാന്നല്ല. അവർക്ക് ഇപ്പോൾ ക്ഷണിച്ച എല്ലാവർക്കും ഇപ്പം നിങ്ങളൊരു കല്യാണത്തിന് ക്ഷണിച്ചാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ വരാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നിങ്ങളെ സുഹൃത്ത് പറയണം അവനേറ്റ് പണക്കാമെന്ന് ആരെയും പറയും. പണക്കം കൊണ്ട് പോകാതിരിക്കുക, അത് വേറൊന്ന്. ഭാരങ്ങൾക്കൊരു അസുഖം ഉണ്ടായി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റാത്ത ഇതിനേക്കാൾ പ്രധാനമായി ചെയ്യേണ്ട വല്ല കാര്യങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾ വരാതെ നിൽക്കുമല്ലോ. അത് പണക്കല്ല അത്.